ഞാൻ ഇന്ദു. കുറേ നാളത്തെ ട്രോളുകൾക്കൊക്കെ ശേഷം കേരള സ്കൂൾ കലോത്സവത്തിൽ ആതിഥേയത്വം വഹിച്ച് നല്ല മിന്നി തിളങ്ങി നിൽക്കുന്ന ഏത് നാടാണ്? ഇപ്രാവശ്യം കേരള സ്കൂൾ കലോത്സവം നടന്ന എവിടെ വെച്ചിട്ടാ? അതെ, അങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്ന കൊല്ലത്തു നിന്നാണ് ഞാൻ വരുന്നത്. പക്ഷെ എത്രയൊക്കെ നല്ല കാര്യം ഉണ്ടെന്ന് പറഞ്ഞാലുവേ അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഈ പാഷാണത്തിക്രിമി എന്നൊക്കെ പറയുന്ന പോലെ ഒരെണ്ണം കാണുമല്ലോ. അതുപോലെ ഒരുത്തം വന്നിട്ട് കമൻ്റ് ഇടുവാണേ, കലോത്സവത്തിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ ആശ്രാമം മൈതാനം നനഞ്ഞെന്ന്. ഇങ്ങനത്തെ പറച്ചിൽ കേട്ടാൽ തോന്നും ഞങ്ങൾ കൊല്ലംകാരുടെ മാമൻ്റെ മോളാണല്ലോ മഴ. മഴയെ ഈ പെയ്യെന്ന് പറയുമ്പോൾ പെയ്യാനും പെയ്യണ്ടെന്ന് പറയുമ്പോൾ പെയ്യാണ്ടിരിക്കാനും. അപ്പം ഇതൊന്നും അല്ല ഇന്നത്തെ എൻ്റെ വിഷയം. ലോകം വെട്ടിപ്പിടിച്ചാൽ കിട്ടുന്നതിനേക്കാൾ വലിയ സുഖം അമ്മയെ കെട്ടിപ്പിടിച്ചാൽ കിട്ടും എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് അമ്മയെക്കുറിച്ചാണ്. എൻ്റെ സ്വന്തം കെട്ടിയോൻ്റെ അമ്മയെക്കുറിച്ച്. അത് പറഞ്ഞപ്പോൾ അവിടെ താമര മുട്ടുപോലെ ചിരി വിടർന്ന്. അമ്മായിയമ്മയ്ക്കിട്ട് പണി കൊടുക്കുമെന്ന് വിചാരിച്ചല്ലേ? ഞാനങ്ങനൊന്നും ചെയ്യൂല, ഞാൻ നല്ല കുട്ടിയാട്ടാ. എൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിലേ, അമ്മയ്ക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ 2 ഗുണങ്ങളാണ്. ഒന്ന് പിശുക്ക്, പിന്നെ ഒന്ന് കുറ്റം പറച്ചിൽ. അമ്മയുടെ കുറ്റം പറച്ചിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് പുള്ളിക്കാരത്തി പറയുകയാണേ, പിന്നെ അവക്ക് കൂട്ടുകാരത്തിയെ പറ്റി പറയാൻ 100 നാവ, എന്നെ പറ്റി എങ്ങാണോ അതിൽ പോയിട്ടൊരു വാക്ക് പറഞ്ഞു എന്ന്. ഇതോടുകൂടി തള്ളയുടെ എല്ലാ പരാതിയും തീരും. നന്നായിട്ട് ഞാൻ പറയും കേട്ടോ. ഹസ്ബൻഡ് വൈഫാണോ? അമ്മായിയമ്മ പറഞ്ഞപ്പോൾ ഇവിടെ ലഡു പെട്ടി പുള്ളിക്കാരനുണ്ടല്ലോ, അവറാച്ച പണി വരുന്നുണ്ട് അവറാച്ച എന്നുള്ള ഫീലിലാണ് പുള്ളി ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസം കേട്ടോ. അപ്പം അമ്മ എന്നോട് രാത്രി വന്നിട്ട് പറഞ്ഞേ, മോളെ ഞാൻ വെജിറ്റേറിയൻ ഫുഡേ കഴിക്കത്തുള്ളൂ, നീ നാളെ രാവിലെ എണീക്കുമ്പം എനിക്ക് ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി തരണേന്ന്. സാധാരണ അമ്മായിയമ്മ ചായ ഇടാനൊക്കെ പറയുമെന്ന് കേട്ടിട്ടുണ്ട്, എന്നോട് ഇഡ്ഡലി സാമ്പാറും. പിന്നെ അമ്മ പറഞ്ഞതല്ലേ, ഞാൻ കേട്ടു. പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്മയ്ക്ക് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. അപ്പോൾ സാമ്പാർ ഇങ്ങനെ ഇളക്കിയിട്ട് അമ്മ കഴിക്കാനായിട്ട് എടുത്തപ്പോഴേ വലിയൊരു കോല്. അപ്പം എന്നെ വിളിച്ചു, മോളെ ഞാൻ എന്താ അമ്മ ഇതെന്താടി ഇതിനകത്തൊരു വലിയ കോല്? ഞാൻ പറഞ്ഞു, അത് അമ്മ മുരിങ്ങക്കോല് കട്ട് ചെയ്തപ്പോൾ ഇച്ചിരി ഒന്ന് വലുതായി പോയതാ. ആന്നാ, ഞാൻ വിചാരിച്ചിനി നീ പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഉത്തരത്തെ നിന്ന് കഴുക്കോല് വന്ന് വീണതാണെന്ന്. എനിക്കെൻ്റെ ദേഷ്യമെല്ലാം കൂടെ വന്നു. പക്ഷെ പുതിയ പെണ്ണല്ലേ, അമ്മക്ക് അങ്ങനെയൊന്നും അമ്മയെ പറയാൻ പറ്റത്തില്ലല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ എൻ്റെ നാക്കുണ്ടല്ലോ, വാ പോയ കോടാലിയ ഇത് പറയുവാന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കഴുക്കോലെടുത്ത് അപ്പുറത്തെ പറമ്പിലോട്ട് നട്ടട്ടെ, കൊടി കുത്തി അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ ഇന്നേ വരെ എൻ്റെ അമ്മ എൻ്റെ പാചകത്തിന് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അതിന് ശേഷം ഉണ്ടല്ലോ, അമ്മയ്ക്ക് ഉള്ള മെയിൻ നല്ല സ്വഭാവം. പക്ഷേ അത് പുറത്തുനിന്നുള്ള ഒരു ഫുഡും കഴിക്കത്തില്ല, എല്ലാം വീട്ടിലുണ്ടാക്കണം. ബാക്കിയുള്ളവരോട്ട് പുറത്തുനിന്ന് കഴിക്കാൻ സമ്മതിക്കത്തില്ലെന്നേ. അങ്ങനെ ഈ തള്ളയുണ്ടല്ലോ, അവലൂസുണ്ട മുതൽ മീനച്ചാർ വരെ എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും. എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞേ. ഇതൊക്കെ പിന്നെ സഹിക്കാം. ഈ ഓണമാകുമ്പോഴാണ് എനിക്ക് 8ന്റെ പണി കിട്ടുന്നത്. മിച്ചറ്, ചിപ്സ്, അവലുണ്ട, അത് ഇത് ഇതെല്ലാം വീട്ടിലുണ്ടാക്കണം. അമ്മ സഹായിക്കും, പക്ഷെ അമ്മ ചെയ്യുമ്പോൾ ഞാനും കൂടെ ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ അടുക്കള ചെന്ന് അമ്മ ഇങ്ങനെ സഹായിച്ച് ചുറ്റിപ്പറ്റി നിൽക്കും. കുറേ സമയം കഴിയുമ്പോൾ ഉണ്ടല്ലോ, എന്താണെന്നറിയത്തില്ല, എനിക്ക് അങ്ങ് വല്ലാണ്ട് ക്ഷീണം വരും. ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങും. പിന്നെ അമ്മ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എണീറ്റ് വരും. പക്ഷേ എന്താണെന്നറിയത്തില്ല, അമ്മ ഉണ്ടാക്കി വെച്ച് ഈ പലഹാരമൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ ക്ഷീണമൊന്നും എനിക്ക് തോന്നാറില്ല. ഒക്കെ ഞാൻ തന്നെയാണ് തിന്നുന്നത്. അമ്മ ഇങ്ങനെ പാചകത്തിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പണിയൊക്കെ തരുമെങ്കിലും എൻ്റെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എന്നെങ്കിലും ഒരിക്കൽ തിരിച്ച് പണി കൊടുക്കാൻ ഒരു അവസരം വരുമെന്ന്. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഞാൻ ഗർഭിണിയായി. പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് അമ്മയൊന്നും കഴിപ്പിക്കില്ലല്ലോ. എൻ്റെ അമ്മായിയമ്മയാണെങ്കിൽ മസാല ദോശയും വടയും സഹിതം ഞാൻ ഉണ്ടാക്കിപ്പിക്കും. പിന്നെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു സാധനവും ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കില്ല. ഏറ്റവും പാടുള്ള എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അമ്മയെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും. എന്നിട്ട് ഒരു ദിവസം ഉണ്ടല്ലോ, വീട്ടിൽ ചേട്ടനില്ലായിരുന്നു. ആ ദിവസം എനിക്ക് മാങ്ങ തിന്നേ പറ്റൂ. ഈ തള്ളെ ഞാൻ വലിച്ച് മാവിൻ്റെ മേളിൽ കയറ്റി മാങ്ങ വരെ പറിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാനും അമ്മയും കൂടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എപ്പോഴും ഈ അമ്മയും ഞാനും കൂടെ 1ഉം 2ഉം ഒക്കെ പറയുന്നേ. അതുകൊണ്ടുണ്ടല്ലോ, ഇത് കേട്ടോണ്ട് വരുന്ന ചേട്ടൻ 3ഉം 4ഉം ഒക്കെ പറയും. അതുകൊണ്ട് ഞങ്ങളധികം മിണ്ടാറില്ല. പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചേ, അമ്മ എന്നാൽ TV കണ്ടോട്ടെ, ഞാൻ പടം വരയ്ക്കാമെന്ന് വിചാരിച്ചു. വലിയ ചിത്രകാരിയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ. ആകെ അറിയാവുന്നത് 1 മരം, വീട്, 2 പറവ. അപ്പം ഞാൻ എന്നാൽ ശല്യമില്ലാതെ ഇങ്ങനെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുവിധം എല്ലാം തീർന്ന ഒരു മരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ മരം വരച്ചുകൊണ്ടിരിക്കുമ്പം അമ്മ ഇങ്ങനെ അടുത്തുകൂടി വന്ന്, എടി വേണ്ണേ, ഈ മരത്തിൻ്റെ ഒരു ചില്ല കാണുന്നില്ലല്ലോ ഒന്ന്. നമ്മളെ ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമല്ലോ, ഒന്നും മിണ്ടാൻ പാടില്ല. പക്ഷെ എന്നാലും എൻ്റെ നാക്ക് അപ്പോഴും കുഴപ്പമാണ്. മാത്രമല്ല ഞാൻ ആട്ടിൻ സൂപ്പ് കഴിച്ചിട്ടുമില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല ക്ഷമ കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞേ, ആ ചില്ലയുണ്ടല്ലോ അപ്പുറത്തെ വീട്ടിൻ്റെ പറമ്പിലോട്ട് കിടന്നതാ, അത് അവരങ്ങ് വെട്ടിക്കളഞ്ഞ്. അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ വേണം? ശുഭം. പിന്നെ ഇന്നേ വരെ പടം വരയ്ക്കുന്ന ഏരിയ
ഇന്ത്യയിൽ അമ്മ വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ, എനിക്ക് പനിയായിട്ട് കിടന്നിട്ടേ എൻ്റെ ആ കെട്ടിയാനുണ്ടല്ലോ, അങ്ങേരെ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയില്ലെന്നേ. അപ്പോഴും അമ്മ എന്നെ വരേണ്ടി വന്നു. അമ്മ എന്നെ കൊണ്ട് ബാമോളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ 2-3 ചെക്കന്മാരവിടെ ഇരിക്കുന്നു. അതിലൊരുത്തൻ എന്നെ നോക്കി ഒന്ന് സൈറ്റ് അടിച്ച്. പക്ഷെ ഈ സൈറ്റ് കിട്ടിയത് അമ്മയ്ക്കാന്നേ. അമ്മ നേരെ റോക്കറ്റ് വിട്ട് കണക്കങ്ങ് ചെന്ന്. ഞാൻ ചോദിച്ചു നാണക്കേടാവും, ആൾക്കാരൊക്കെ നോക്കൂല. പക്ഷെ അമ്മ ഭയങ്കര ഡീസൻ്റ് ആട്ടാ. അമ്മ എന്നിട്ട് പറഞ്ഞ്, എൻ്റെ പൊന്നോനെ നീ ആശുപത്രിയുടെ വാതൊക്കെയല്ലേ ഇവിടെ നിൽക്കുന്നത്, കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അകത്തോട്ട് കയറിയാ ഡോക്ടറെ എന്ന് കാണിക്കാൻ. അവൻ അടി കിട്ടിയതിനേക്കാളും വലിയ ചമ്പടായിപ്പോയി അമ്മയുടെ ഡയലോഗ്. എന്നിട്ട് അമ്മ എന്നെ കൊണ്ട് നേരെ ഒരു ഫാൻസി കടയിൽ പോയി കേട്ടോ. ഞാൻ വിചാരിച്ചു വള മാല എല്ലാം വാങ്ങിച്ചു തരുമെന്ന്. നേരെ ചെന്നിട്ട് ഒരു ടിൻ കുങ്കുമം ഉണ്ടല്ലോ എടുത്തിട്ട് വാരി അങ്ങ് ഇട്ടുവെന്ന്. ഇതൊക്കെ ഇല്ലാതെ നടന്നാലേ ഇങ്ങനെയൊക്കെ വരുമെന്ന്. എന്നാ തള്ള കണ്ടില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത്, അതാ ഇടാഞ്ഞത്. പിന്നെ എൻ്റെ കെട്ടിയോൻ പറയാതിരിക്കാൻ പറ്റില്ല. ആ തള്ളയുടെ വിത്തല്ലേ, 10 ഗുണം 10 ഗുണം മൊത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ലല്ലോ. എൻ്റെ ദൈവമേ, എൻ്റെ കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഞാൻ പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചേ, ചേട്ടാ നിങ്ങൾ എന്നെ കെട്ടാൻ എന്താ കാര്യം? അപ്പം എൻ്റെ മനസ്സിൽ നീ ഭയങ്കര സുന്ദരിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ പറയുവാണേ വണ്ടിക്കൂലി ലാഭിക്കാൻ വേണ്ടിയാണെന്ന്. എൻ്റെ ഉള്ളിൽ ഐശ്വര്യ റായ് തകർന്നടിഞ്ഞു. ഞാൻ വെച്ചല്ല, അത് മനസ്സിലായില്ല, എന്താ ഈ വണ്ടിക്കൂലി കുറയ്ക്കാൻ? എടി പെണ്ണെ, തൊട്ടടുത്തുനിന്ന് കെട്ടുമ്പോൾ എന്തായാലും തൊട്ടടുത്തുള്ള അമ്പലം, എൻ്റെ ബന്ധുക്കളെ ഇത്രയും കൂടെ വലിച്ചു വാരി വണ്ടിക്കകത്ത് കൊണ്ടുവരണ്ട. പിന്നെ നിനക്ക് അടിക്കടി വീട്ടിൽ പിണങ്ങി പോകണമെന്ന് തോന്നുമ്പോൾ വണ്ടിക്കൂലി തരണ്ട. ഇനിയിപ്പോൾ നമുക്ക് 2 പിള്ളേരൊക്കെ ആയി കഴിയുമ്പം അവരെയും കൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് 3 പേർക്ക് ഞാൻ വണ്ടിക്കൂലി തരണം. ഇത്രയും പൈസ ഞാൻ ലാഭിച്ചില്ലേന്ന്. അതിന് ഇങ്ങർക്കൊന്നും പെട്ടാതിരുന്നാ പോരായിരുന്നു, എന്തോരം ലാഭിക്കായിരുന്നു. ഇനിയിപ്പം അതും പോരാഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുവേ, ബാ പുറത്ത് പോവാം, നമുക്ക് സിനിമയ്ക്ക് പോകാമെന്നൊക്കെ പറയുവേ. എന്നിട്ട് വഴിയിലെത്തുമ്പം പറയും, അല്ലെങ്കിൽ വേണ്ടടി, സിനിമയ്ക്ക് പോയാൽ ടിക്കറ്റിനെല്ലാം കൂടെ ഇത്രയും രൂപയാവത്തില്ലേ, നമുക്ക് ആ ബീച്ചിലും കാണാൻ പോയിട്ട് ഒരു 10 രൂപയുടെ കപ്പലണ്ടി വാങ്ങിച്ചു തന്നിട്ട് അങ്ങ് പോവാം. അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ്റെ റൊമാൻസ് കേട്ടോ. എന്നിട്ട് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞല്ലോ കൊല്ലം പൂരം കാണാൻ കൊണ്ടുപോയി പുള്ളി എന്നെയും മക്കളെയും കൂടെ. പിള്ളേരെന്തായാലും ഐസ്ക്രീം കണ്ടാൽ വേണമെന്ന് പറയുവേ. അവിടെ കിടന്ന് തുടങ്ങി, അച്ഛാ എനിക്ക് ഐസ്ക്രീം വേണം, അച്ഛാ എനിക്ക് ഐസ്ക്രീം വേണം. എൻ്റെ മോള് വാ, അച്ഛൻ വാങ്ങിച്ചു തരാം. അപ്പം അടുത്തവൻ, അച്ഛാ എനിക്ക് വേണം. എന്നാൽ എൻ്റെ മോനും വാ. 2 എണ്ണത്തിനെ കൂടെ വിളിച്ചുകൊണ്ട് കേട്ടോ. ചേട്ടാ കോൺ ഐസ്ക്രീം എത്ര? അപ്പം ചേട്ടൻ 30 രൂപ. ആ ചേട്ടാ 1 കോൺ ഐസ്ക്രീമേ 2 കോണിലായിട്ട് തേച്ചിങ്ങി തരണേന്ന്. ഓ പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചേട്ടനായോണ്ട് നാണം കെടാതെ രക്ഷപ്പെട്ടു. പുള്ളി തേച്ചും കൊടുത്തു. എന്നിട്ടുണ്ടല്ലോ ഈ കഴിഞ്ഞ മാസമാണല്ലോ കലോത്സവം നടന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു കലോത്സവം നടക്കുമ്പം നമ്മൾ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാനും പിള്ളേരും ചേട്ടനും എല്ലാം കൂടെ കലോത്സവം കാണാൻ പോയി. അവിടെ ചെന്നപ്പം ബേൽപൂരിക്കാരൻ ബംഗാളി പുള്ളി. അപ്പം എൻ്റെ മോള് എനിക്ക് ബേൽപൂരി വേണം വേണം. അച്ഛനാണല്ലോ എന്തായാലും വാങ്ങിച്ചു കൊടുക്കും. ചേട്ടൻ നേരെ എന്നിട്ട് ബായ് ഏക്ക് ബേൽപൂരി 2 പ്ലേറ്റ് മേ ആധാ ആധാ ദേദോ, മനസ്സിലായ? ഒരു പാനിപ്പൂരി എടുത്തിട്ട് 2 പ്ലേറ്റ് തരാൻ. അതും ആ ബംഗാളി. പക്ഷെ പാവം നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ തന്നു. അപ്പം എൻ്റെ മോള് കഴിച്ചിട്ട് പറയുകയാണേ, അമ്മ നല്ല ടേസ്റ്റ് എന്ന്. അപ്പം ഞാൻ ചേട്ടനെ ഇങ്ങനെ ഒന്ന് നോക്കി, എൻ്റെ കണ്ണിൽ നോക്കി ചേട്ടൻ വായിച്ച് എനിക്കും വേണമെന്ന്. ചേട്ടൻ നേരെ മറ്റേ ബംഗാളി എടുത്ത് ചെന്ന് ബായ് 2 സ്പൂൺ എക്സ്ട്രാ. എൻ്റെ ദൈവമേ, ഇങ്ങനെ മാറാനും വേണം ഒരു തൊലിക്കെട്ടി. എന്താന്നറിയത്തില്ല, വീട്ടുകാരെ പറയുമ്പോഴേ സമയം പോലെ അറിയത്തില്ല. പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയില്ലേ? എനിക്കും എന്തൊരു മനസ്സുഖവും. തീർന്നോ അല്ലേ? കുറച്ചുകൂടി വേണമായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. സാധാരണ ഞാൻ ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെ കാണുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുകയെ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പം എന്താണെന്ന്. പക്ഷെ എനിക്കിന്ന് അറിയേണ്ടത് ഡയാനയുടെ ഭാവി അമ്മായിയമ്മയെ കുറിച്ചുള്ള സങ്കല്പങ്ങളാ. വരൂ, വേദിയിലേക്ക് ഒരു ക്ഷണിച്ചുകൊള്ളുന്നു. അല്ല എന്റെ തീർന്നു, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് തീർന്നില്ല, അവർക്ക് സങ്കടം. ഞാൻ പറഞ്ഞേ Once upon a time, once upon a time.